അയ്യോ അമ്മ, ഞാൻ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ഇത്രയും പണവും സ്വർണവും സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എങ്കിൽ പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലുള്ളവർക്ക് അഭയം കൊടുക്കാനേ ഇത് അഭയാർത്ഥി ക്യാമ്പൊന്നും അല്ല. അതെ, നീ നിന്റെ അമ്മയും കൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ഈ പണവും സ്വർണവും തന്നേ മതിയാവും. അല്ല, നിന്നെ സഹായിക്കാൻ പുതിയ രക്ഷകയില്ലേ, ഗംഗ? അവളോട് പറഞ്ഞ് ഉണ്ടാക്കി തന്നാലും മതി. അതെ, ആ അടുക്കളക്കാരി വിചാരിച്ചാലും നടക്കും. കാരണം അവളിപ്പോ കൈലാസത്തിലെ മഹേശ്വരന്റെ ഭാര്യയല്ലേ. ദൈവത്തെ ഓർത്ത് എന്നെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത്. എന്റെ കൈ പണമൊന്നുമില്ല. ആ, എങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാം. എന്റെ മകൻ നിന്നോട് പ്രണയം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നക്കാപ്പിച്ച അങ്ങോട്ട് തരാം. അതെ, എന്തെങ്കിലും കിട്ടുന്നതും വാങ്ങി നിനക്ക് ഇവിടുന്ന് പോവാം. ഇനി നിനക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. മര്യാദയ്ക്ക് നിന്റെ സ്ഥാനം മനസ്സിലാക്കി പടിയിറങ്ങിയ ജീവനോടെ ഇവിടുന്ന് പോവാം. രാഹുലേട്ടാ. രാഹുലേട്ടൻ. ഓ, തുടങ്ങി അവളുടെ നാടകം. കാരണം നോക്കി ഒരെണ്ണം കൊടുക്കണ്ട നാത്തൂനെ. ഇവളെ തൊട്ടാലേ എന്റെ കൈ വൃത്തികേടാവും. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ ജന്തുവിനെ തല്ലാത്തത്. നമ്മൾ ഈ കാണിക്കുന്ന ഔദാര്യം അവകാശമായിട്ടാ ഈ നശിച്ചവള് കാണുന്നത്. എന്തവകാശം? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഇവൾക്ക് ഒരു സ്ഥാനവും ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. കേട്ടല്ലോ, ഇതാണ് രാഹുലിന്റെ അഭിപ്രായം. ഇനി അത് പോരാ, നിനക്ക് രാഹുലിന്റെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട പണവും സ്വർണവുമായിട്ട് വന്നേ മതിയാവൂ. നിങ്ങൾ എന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും എന്റെ കയ്യിൽ അത്രയും പണവും സ്വർണവും ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അമ്മ, ഇല്ല, ഞാൻ പോവില്ല. ഇനി മുതൽ ഇതാ എന്റെ വീട്. ആ, നാത്തും കേട്ടോ, അവൾ അവകാശം പറഞ്ഞു തുടങ്ങി. എല്ലാം ഗംഗയുടെ ട്രെയിനിങ്ങാ. നിന്നെ ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടണമെന്ന് എനിക്കറിയാം. രാഹുലേട്ടോ, വീട് വീട് രാഹുലേട്ടോ. രാഹുലേട്ടോ, പ്ലീസ്. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? എനിക്ക് നിന്നെ പേടിയാണെന്ന്. ഇന്നത്തെ കൊണ്ട് ഇവിടത്തെ നിന്റെ താമസം ഞാൻ അവസാനിപ്പിക്കും. വേണ്ട രാഹുലേട്ടോ, ഞാൻ രാഹുലേട്ടനെ വിട്ടു പോവില്ല. എന്നെ പറഞ്ഞു വിടരുത്. നിനക്ക് എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ എന്റെ അമ്മ ആവശ്യപ്പെട്ട പണവും സ്വർണവും തന്നേ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പുറത്താ. രാഹുലേട്ടോ. രാജി, എന്താ രാഹുലേട്ടാ ഇതൊക്കെ? അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അതെ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ചേച്ചി, എന്നോട് 250 പവനും 50 ലക്ഷം രൂപയും കൊടുക്കാനോ പറയുന്നത്. അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ. അത്രയും പണം ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനോ? നിങ്ങൾ ഇതുവരെ ചെയ്തതിന് ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങളുടെയൊക്കെ വിവരക്കേടായി കണ്ട് ശ്രമിക്കുന്നു. പക്ഷെ രാജയെ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം. കണ്ടോ നാത്തൂനെ, ഈ അടുക്കളക്കാരുടെ അഹങ്കാരം കണ്ടോ? ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നാത്തൂനോട് എങ്ങനെ സംസാരിക്കും? അതെ,
ഇവൾ ഒരുത്തി കാരണോ രാഹുലിന്റെ ലൈഫ് ഇങ്ങനെ ആയത്. ഗംഗേ, നീ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇല്ല ആന്റി, എനിക്ക് ഇടപെട്ടേ മതിയാവൂ. നിങ്ങളൊക്കെ പറയുന്ന പോലെ രാജ ഈ വീട്ടിലേക്ക് വരാൻ കാരണക്കാരി ഞാൻ കൂടിയല്ലേ. അപ്പോ ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമ കൂടിയാ. നീ നിന്റെ ജീവിതം ആദ്യം സംരക്ഷിക്കും, എന്നിട്ടും മതി എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്. രാജി എന്റെ ഭാര്യയാണെങ്കിൽ അവളെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നടക്കില്ല രാഹുലേട്ടാ. നീയാണോ ഗംഗ ഇതൊക്കെ തീരുമാനിക്കുന്നത്? തൽക്കാലം അതെ. രാജിയെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ മൊഴി കൊടുക്കും. 4 പേരും കൂടി അടി എണ്ണേണ്ടി വരും. നീ എന്തു പറഞ്ഞടി? നടക്കാൻ പോകുന്ന സത്യം ആന്റി ഞാൻ പറഞ്ഞത്. കരയാനും തോൽക്കാനും നിന്നാ അതേ നടക്കൂ രാജി. കണ്ണു തുടച്ചിട്ട് നീ അകത്തേക്ക് വാ. ചേച്ചി, ഞാൻ വരാനല്ലേ പറഞ്ഞത്? വാ. ഗംഗയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും നാത്തൂനെ. അതെ, ഇന്ന് രാജയുടെ മുമ്പില് ആന്റി അവളെ അപമാനിച്ചു. നാളെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. ഗംഗയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഈ കൈലാസത്തിൽ ഇനി അധികം നാൾ അവൾ ഉണ്ടാവില്ല. എന്റെ ശ്രീ മഹേശ്വര, ആപത്തൊന്നും വരാതെ നീ കാത്തുവല്ലോ. എത്രയും പെട്ടെന്ന് ഗൗരിച്ചെടി ഈ ഡയറി വായിച്ചു തീർക്കണം. എന്താണ് സംഭവിച്ചെന്നറിയണം. ഗംഗേ, ഗൗരി ചേച്ചി, ചേച്ചി വന്നോ? ഗംഗ പോയി ഡയറി എടുത്തു അല്ലേ? അതെ ചേച്ചി. ഗംഗ എന്താ എന്നെ വിളിക്കാതിരുന്നേ? നമുക്ക് ഒന്നിച്ചു പോയി എടുക്കാന്നല്ലേ പറഞ്ഞിരുന്നേ? തടസ്സം എന്തേലും ഉണ്ടായാൽ അപ്പ ചേച്ചിയെ വിളിക്കാന്ന് കരുതി. ശ്രീ മഹേശ്വരന്റെ കൃപ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അത് ഭഗവാൻ കാത്തത് തന്നെയാ. എന്നാലും ഇനി ഇങ്ങനെ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്കൊന്നും പോവരുത്. ചുറ്റും ശത്രുക്കളാ. അത് മാത്രമല്ല, ഒരു അപകടം ഉണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട. ശരി ചേച്ചി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഡയറി കിട്ടിയല്ലോ അല്ലേ? ദാ കിട്ടി. വായിച്ചോ? ഇല്ല,
വായിക്കാൻ തുടങ്ങിയപ്പോഴാ ചേച്ചി വന്നത്. എഴുതിയത് ഞാനാണെങ്കിലും അതിലെഴുതിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാം അവ്യക്തമായ ചില ചിത്രങ്ങൾ പോലെ തോന്നും. എല്ലാം ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഗംഗ അത് ഇത്ര കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതായും ഇങ്ങനെ പാടുപെട്ട് വായിക്കേണ്ടതായും വരില്ലായിരുന്നു. അതൊന്നും സാരമില്ല ചേച്ചി. ചേച്ചിയുടെ ജീവനെടുത്തത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എത്ര ബുദ്ധിമുട്ടാനും കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. സമയം കളയാതെ നമുക്കിത് വായിച്ചു നോക്കാം. ഇവിടെ വരെ വായിച്ചതാ. ബാക്കി വായിച്ചാൽ മതി. ഓരോ ദിവസം കഴിയും തോറും മഹിയേട്ടന്റെ അമ്മയെക്കുറിച്ചുള്ള എന്റെ തോന്നലുകൾ ശക്തമായി കൊണ്ടിരുന്നു. അതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് ബോധ്യമായി തുടങ്ങി. ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അമ്മ വീണ്ടും കാരണങ്ങളുണ്ടാക്കി വഴക്കിന് വന്നു. ഇവളെ അങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ല. മഹിയുടെ മുന്നില് ജോലിയൊക്കെ ചെയ്ത് ആളാവാനാണ് അവൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ ഇതെന്തായി കാണിക്കുന്ന ഗൗരി? അമ്മയ്ക്കെന്താ കാണാൻ വയ്യേ? ഞാൻ നിലം തുടക്കിയല്ലേ? നീ കാണിക്കുന്നത് കാണുന്നതുകൊണ്ട് തന്നെയായി ചോദിച്ചത്. എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിലേ അത് വൃത്തിക്ക് ചെയ്യണം. അല്ലാതെ ആളുകളെ കാണിക്കാൻ ഷോ ഇറക്കിയിട്ട് കാര്യമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഞാൻ ആരെ കാണിക്കാൻ ചെയ്തുന്നാ? അത് നിനക്ക് സ്വയം അറിയാവുന്നല്ലേ. നീ തുടച്ചിട്ട് എവിടെയാ ഗൗരി വൃത്തിയായത്? വെറുതെ ഓരോ പ്രഹസനം. ദേമ്മേ, ഞാൻ ഇവിടെ എന്റെ ജോലി ചെയ്യാ. വെറുതെ എന്റെ തലയിൽ കയറാൻ വരരുത്. വന്നാ നീ എന്ത് ചെയ്യും? ഇതേ എന്റെ വീടാ. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാതെ നീയല്ല. അത് തീരുമാനിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ ഉപദ്രവിക്കാൻ വരാതിരുന്നാ മതി. നിന്നെ ആര് ഉപദ്രവിച്ചു? ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ പറയുന്നത് ഒരു തെറ്റാണോ? എനിക്കറിയാവുന്ന പോലെ വൃത്തിയായി തന്നെയാ ചെയ്യുന്നത്. ഇനി അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ലെങ്കിൽ സ്വയം ചെയ്തു. ആഹാ, അപ്പോ എന്നെ കൊണ്ട് നിനക്ക് തറ തുടപ്പിക്കണം അല്ലേ? അതാണല്ലോ നിന്റെ ഉദ്ദേശം. അത് നടക്കില്ല മോളെ. അവനവൻ താമസിക്കുന്ന വീട് വൃത്തിയാക്കുന്നത് കുറച്ചിലായി കാണേണ്ട ആവശ്യം എന്താ? ഈ വീട്ടിലെ ഒരു ജോലി ചെയ്യുന്നതിനും എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. നിനക്കെങ്ങനെയുണ്ടാ? ഈ കൈലാസം നീ അർഹിക്കുന്നതിലും എത്രയോ ഉയരത്തിലുള്ള വീടാ. ഇവിടെ വന്ന് കയറിയതിനെ വീട്ടു ജോലി നീ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ. എന്റെ വലിപ്പം തീരുമാനിക്കുന്നത് അമ്മയല്ല, മഹിയേട്ടന്. മഹിയേട്ടന്റെ മനസ്സിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. എനിക്കത് മതി. പിന്നെ നിങ്ങൾക്ക് ഞാൻ മഹിയേട്ടന്റെ അമ്മ എന്ന എല്ലാ ബഹുമാനവും നൽകുന്നുണ്ട്. കൂടുതൽ ഭരിക്കാൻ വന്ന് അത് ഇല്ലാതാക്കരുത്. എന്തു പറഞ്ഞു നീ? നിനക്ക് എന്നെ ധിക്കരിച്ച് സംസാരിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? ന്യായമായ കാര്യങ്ങൾ പറയുന്നതിന് ആരെയാ പേടിക്കേണ്ടത്? നീ കൂടുതൽ എന്നെ എതിർക്കാൻ ശ്രമിച്ചാലേ നിന്നെ തീർത്തു കളയും ഞാൻ. മോനെ മഹി, ഇവളെന്നോട് പറഞ്ഞത് കേട്ടോ? എന്നെ കൊന്നുകളയുന്നു. അയ്യോ ഇല്ല മഹിയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കെന്താ ഗൗരി? നീ എന്തിനാ അമ്മയോട് വഴക്കിടുന്നത്? ഞാൻ പറഞ്ഞില്ല മഹിയേട്ടാ. അമ്മയാ വെറുതെ എന്നോട് വഴക്കിന് വരുന്നത്. ഇല്ല, എന്റെ അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പോ ഞാൻ നുണ പറഞ്ഞെന്നാണോ മഹിയേട്ടൻ പറയുന്നത്? എന്ത് സംശയം? നീയാ നുണ പറയുന്നത്?
എന്റെ മകനെ എന്നെയും തമ്മിൽ തെറ്റിക്കുമെന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ആ പറഞ്ഞു. പറഞ്ഞെങ്കിൽ നന്നായി പോയി. കേട്ടോ? നീ കേട്ടോ മഹി? ഇവൾ എന്നോട് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടാ നിനക്ക് പോലും സഹിക്കാനാവില്ല. പിന്നെ വീട്ടിലെ സമാധാനവും സന്തോഷവും പോകരുതെന്ന് കരുതിയാ ഞാനൊന്നും പറയാത്തത്. ഗൗരി, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു, ഈ വീട് ഭരിക്കുന്നത് അമ്മയാണ്. നീ അമ്മയെ അനുസരിച്ച് വേണം ഇവിടെ കഴിയാൻ. എന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാനിവിടെ അനുവദിക്കില്ല. കേട്ടോ? എന്റെ മകൻ പറഞ്ഞത് കേട്ടോ? അവന് ഞാൻ കഴിഞ്ഞേ മറ്റെന്തുള്ളൂ. ഞാൻ പറഞ്ഞ അവൻ നിന്നെ പോലും ഉപേക്ഷിക്കും. നീ നോക്കി പഠിപ്പിക്കണ്ട. നിന്റെ ഇവിടുത്തെ ജീവിതം പോലും എന്റെ ഔദാര്യമാ. എന്നെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം. അല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ ഞാൻ പറഞ്ഞുവിടും. കൈലാസത്തിൽ ദേവയാനിയുടെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. അത് മറക്കണ്ട. മഹേട്ടന്റെ അമ്മ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്തോ? ഇതിനേക്കാളും ഒക്കെ എത്രയോ ചെയ്തിരിക്കുന്നു. ഇപ്പോ ഇത് വായിക്കുമ്പോ എനിക്ക് പഴയ കാര്യങ്ങൾ പലതും ഓർമ്മ വരുന്നുണ്ട്. ബാക്കി വായിച്ചോളൂ, അപ്പോ പലതും മനസ്സിലാവും. എന്താ അമ്മ ഇത്? അങ്ങോട്ട് കഴുകടി. ഇതെല്ലാം സഹിച്ചാണ് ചേച്ചി പിടിച്ചു നിന്നതല്ലേ? ഞാൻ സഹിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് നീ അനുഭവിച്ചു കഴിഞ്ഞു ഗംഗേ. എന്നെ രക്ഷിക്കാൻ വേണ്ടി പോലും നീ എന്തൊക്കെ ചെയ്തു. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും അധികമാവില്ല. അതെല്ലാം സഹിക്കാനുള്ള ശക്തി ആ സ്നേഹം നമുക്ക് തരും. അതെ, അതാണ് ശരി. ഞാൻ എല്ലാം സഹിച്ചത് എന്റെ മഹിയേട്ടനും മാളൂനും വേണ്ടിയായിരുന്നു. അടുത്ത പേജ് വായിക്ക്. അതാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. നാളെ മാളൂന്റെ ബർത്ത്ഡേ ആണ്. മാളൂന് കൊടുക്കാൻ ഒരു ഡയമണ്ട് വെച്ച ലോക്കറ്റ് വാങ്ങി. എന്താ ഇത്? ഇത് മാളൂന് വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഇതെന്താ ഡയമണ്ട് ആണോ? അതെ, നന്നായിട്ടുണ്ടല്ലേ അമ്മേ? എനിക്കത്ര നന്നായിട്ടൊന്നും തോന്നുന്നില്ല. നിനക്ക് എന്തിന്റെ കേടാ ഗൗരി? എന്ത് അമ്മ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ പണം ദൂർത്തടിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. ദൂർത്തടിച്ചോ? ആര്? അതെ, ഇത്രയില്ലാത്ത കൊച്ചിന് ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടാണോ സ്നേഹം കാണിക്കേണ്ടത്? ഇതൊക്കെ കാശിന്റെ അഹങ്കാരമാണ്. ആരെങ്കിലും നിനക്കെന്താ അല്ലേ? പണം കൈലാസത്തിലല്ലേ? എന്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. നിനക്ക് കൊച്ചിന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലേ നീ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കി വാങ്ങണം. അല്ലാതെ വല്ലവരുടെയും പൈസ മുടിപ്പിക്കല്ല വേണ്ടത്. വല്ലവരുടെയോ? മഹിയേട്ടൻ എന്താ എനിക്ക് അന്യനാണോ? ഞങ്ങളുടെ കുഞ്ഞിന് ഒരു സാധനം മഹിയേട്ടന്റെ പണം കൊണ്ട് വാങ്ങിച്ചതിന് ഒരു ധൂർത്തായൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ലോക്കറ്റ് വാങ്ങിയ പണമൊന്നും മഹിയേട്ടനെ സംബന്ധിച്ച് ഒരു തുകയല്ല. അത് നിന്റെ പിടിക്കൊന്നും അല്ലല്ലോ. നീ ആള് കൊള്ളാലോ. അപ്പൊ എന്റെ മകന്റെ കയ്യിലെ പണത്തിലാണ് നിന്റെ നോട്ടം അല്ലേ? ദേ, ഞാൻ ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ക്ഷമിക്കുന്നുണ്ട്.
പിന്നെ എന്റെ തലയിൽ കയറാൻ വരരുത്. നിങ്ങൾ ഈ പറയുന്നതിനൊന്നും മറുപടി പറയാൻ അറിയാത്തോണ്ടോ ഇല്ലാത്തോണ്ടോ അല്ല ഞാൻ മിണ്ടാതിരിക്കുന്നത്. എങ്കിൽ നീ പറയടി, നിനക്ക് എന്താ പറയാനുള്ളത്? ഞാനൊന്ന് കേക്കട്ടെ. മഹിയേട്ടന്റെ പണത്തെ ഓർത്ത് ഇത്രയ്ക്ക് വേദനിക്കാൻ നിങ്ങൾ മഹിയേട്ടന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, രണ്ടാനമ്മയല്ലേ? എന്തു പറഞ്ഞടി? അപ്പോ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അമ്മയായിട്ടാ ഇതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്.